നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. വെള്ളിക്കുളങ്ങര കുറിഞ്ഞിപ്പാടം പ്രദേശത്ത് കാട്ടാന ശല്യം പതിവാകുന്നു. പ്രദേശവാസികൾ ഭീതിയിൽ. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെയും പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിലെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളുകൾ ആഘോഷിച്ചു. പച്ചളിപ്പുറത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമായി. മേഖലയിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ച് കാട്ടുപന്നിക്കൂട്ടം. കൊടകര അഴകം തപസ്യ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മാർത്തോമ കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും ഒഫീഷ്യൽ മീറ്റ് സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. വെള്ളിക്കുളങ്ങര കുറിഞ്ഞിപ്പാടം പ്രദേശത്ത് കാട്ടാനകൾ ജനവാസ മേഖലയിൽ എത്തുന്നത് പതിവായതോടെ പ്രദേശവാസികൾ ഭീതിയിൽ. തുടർച്ചയായി കൃഷിഭൂമിയിൽ കാട്ടാനിറങ്ങി നാശം വിതയ്ക്കുന്നതായി കർഷകർ. നായാട്ടുകുണ്ട് മേഖലയിലെ വനപ്രദേശങ്ങളിൽ നിന്നാണ് ആനകൾ ജനവാസ കേന്ദ്രങ്ങളിൽ എത്തുന്നത്. വെള്ളിക്കുളങ്ങര സ്വദേശി സ്റ്റീഫൻ പാട്ടത്തിനെടുത്ത 7 ഏക്കറോളം വരുന്ന കൃഷിയിടത്തിലെ 100ഓളം കുലച്ച വാഴകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാടിറങ്ങിയെത്തിയ ആനക്കൂട്ടം നശിപ്പിച്ചത്. 25 മുതൽ 30 കിലോ വരെ തൂക്കം വരുന്ന കായക്കുലകൾ അടക്കമുള്ള വാഴകളാണ് ആനകൾ ഒടിച്ച് നശിപ്പിച്ചത്. കപ്പ, പൈനാപ്പിൾ കൃഷികളും വ്യാപകമായി നശിപ്പിച്ച നിലയിലാണ്. കാട്ടാനകളെ വനഭൂമിയിൽ തന്നെ നിലനിർത്താൻ വനം വകുപ്പ് അടിയന്തര നടപടിയെടുക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. കാട്ടാനകൾ മാത്രമല്ല, പന്നി, കുരങ്ങ്, മുള്ളൻ പന്നി തുടങ്ങിയ വന്യമൃഗങ്ങളും കാടിറങ്ങി ജനവാസ മേഖലയിൽ എത്തുന്നുണ്ട്. ഇത് വെള്ളിക്കുളങ്ങര സെന്ററിന്റെ 1 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു പറമ്പാണ്. 6-7 ഏക്കർ സ്ഥലമുണ്ട്. ജനവാസ മേഖലയാണ്. കംപ്ലീറ്റ് വീടും അതൊക്കെ ആയിട്ടിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ കംപ്ലീറ്റ് എല്ലാ ദിവസവും ആന, അതുപോലെ തന്നെ മുള്ളൻപന്നി, പന്നി, മാന്, അണ്ണാൻ, കുരങ്ങ് ഡെയിലി നിരന്തര ശല്യമാണ്. കൃഷി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. കൃഷി പോട്ടെ, അതുപോലെ തന്നെ മനുഷ്യന് പേടിച്ചിട്ട് ഇവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ആരും ഇത് റിപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അതിന് മാത്രം ആനകളും ഡെയിലി വരാണ്. ഇപ്പോൾ ഇത് വിഷ്വൽസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിൽ വന്നാണ് ആനകൾ വന്നിട്ട് കളഞ്ഞേണതും വീടുകളുടെ മുന്നിലും മതിലും കമ്പിവേലിയും. ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ എന്ന് പറയാൻ പറ്റില്ല. ഉദ്യോഗസ്ഥരെക്കാളും കൂടുതൽ മൃഗങ്ങളാണ്. പിന്നെന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ ഇതിന് ശാശ്വതമായൊരു പരിഹാരം ഇല്ലെങ്കിൽ ജനങ്ങൾ എന്താ ചെയ്യാന്നുള്ളത് നിങ്ങൾ പറയണം. കൃഷി ചെയ്യാൻ പറ്റുന്നില്ല, വേറെ എന്ത് തൊഴിൽ ചെയ്യാൻ പറ്റുക? ഉള്ള സ്ഥലത്ത് ഒരു ഇത്ര പൈസകൾ മുടക്കിയിട്ടിട്ട് ഇപ്പോൾ 10,500 വാഴ വെച്ചണ്ടിയിൽ 25-30 കിലോ തൂക്കം വരുന്ന 100-ലേറെ വാഴയാണ് കളഞ്ഞത്. നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ അത് ഗവൺമെന്റ് കൊടുത്തില്ല അതൊന്നല്ല. എന്ത് വിശ്വസിച്ച് ഇവിടെ മനുഷ്യനതിന് ജീവിക്കും? അതിന് ശാശ്വത ഒരു പരിഹാരം വേണം. വനത്തിൽ നിന്ന് ഫെൻസിംഗ് ലൈനുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിലൂടെയാണ് ആനകൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നത്. കാട്ടാനക്കൂട്ടം ഇറങ്ങിയ വിവരം അറിയിച്ചതിനെ തുടർന്ന് വെള്ളിക്കുളങ്ങര സെക്ഷൻ ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. രാപ്പകൽ വ്യത്യാസമില്ലാതെ എത്തുന്ന ആനകൾ നിരന്തരം കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിനോടൊപ്പം മേഖലയിലെ ജനങ്ങളുടെ ജീവനും ഭീഷണിയായി മാറുകയാണ്. കൃഷിക്ക് നേരെയുള്ള കാട്ടാനകളുടെ ആക്രമണം നിയന്ത്രണമില്ലാതെ തുടർന്നാൽ കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന മലയോര കർഷകരുടെ ഉപജീവനം പോലും അവതാളത്തിലാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. വനമേഖലയോട് ചേർന്ന് സോളാർ ഫെൻസിംഗ് സംവിധാനം കാര്യക്ഷമമാക്കണമെന്നും ഒപ്പം കിടങ്ങുകൾ നിർമ്മിച്ച് ആനകൾ ജനവാസ കേന്ദ്രങ്ങളിൽ എത്തുന്നത് തടയാൻ നടപടി സ്വീകരിക്കണമെന്നുമാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. വെള്ളിക്കുളങ്ങര കുറിഞ്ഞിപ്പാടം മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടാനകൾ എത്തുന്നത് പതിവായതോടെ വലിയ ഭീതിയിലാണ് പ്രദേശവാസികൾ. രാവും പകലും വ്യത്യാസമില്ലാതെയാണ് ഇവിടെയുള്ള കൃഷിയിടങ്ങളിൽ കാട്ടാനകൾ എത്തുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വാഴത്തോട്ടത്തിൽ തന്നെ ഏകദേശം 100-ലേറെ കുലച്ച വാഴകളാണ് കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയ കാട്ടാനകൾ നശിപ്പിച്ചിട്ടുള്ളത്. പ്രദേശത്ത് കൃഷി ചെയ്യാൻ കഴിയാതെയായിരിക്കുന്നു എന്നാണ് വലിയ വേദനയോടെ കൃഷിക്കാരായ നാട്ടുകാർ പറയുന്നത്. ഏതായാലും അടിയന്തരമായ ഒരു ശ്രദ്ധ അധികൃതരുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.
പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിനത്തിൽ രാവിലെ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഇലോയ് ചിറമൽ കാർമ്മികനായി. ഫാദർ ഷിൻഡോ കുളങ്ങര തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ഷൈജോ പാറമേൽ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും വർണ്ണമഴയും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് വികാരി ഫാദർ പോൾ തേക്കാനത്ത് നേതൃത്വം വഹിച്ചു. തിങ്കളാഴ്ച രാവിലെ 5:45 വിശുദ്ധ കുർബാന, രാവിലെ 7 മരിച്ചവർക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാന, ഒപ്പീസ്, വൈകിട്ട് 5 വിശുദ്ധ കുർബാന എന്നീ തിരുക്കർമ്മങ്ങൾ നടത്തും. ഫെബ്രുവരി 7 രാത്രി 7 പള്ളിയങ്കണത്തിൽ മെഗാ മ്യൂസിക് ഈവന്റ് അരങ്ങേറും. രാജാവിന്റെ കാലത്ത് യൂദയായിലെ ബെത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്തു നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചത്? ഞങ്ങൾ കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പുതിരുനാൾ ആഘോഷിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ റവറൻ ജോൺ ജെയ്സൺ കൂനമ്പ്ളാക്കൽ കാർമ്മികത്വം വഹിച്ചു. ആഘോഷമായ തിരുനാൾ വിശുദ്ധ കുർബാനയ്ക്ക് തൃശൂർ അതിരൂപത സെന്റ് മേരീസ് മൈനർ സെമിനാറി റെക്ടർ ഫാദർ ജോയ് പുത്തൂർ കാർമ്മികത്വം വഹിച്ചു. KCBC യൂത്ത് കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഡിറ്റോ കൂള സന്ദേശം നൽകി. വൈകിട്ട് നടന്ന വിശുദ്ധ കുർബാനയ്ക്കും ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണത്തിനും ഫാദർ ജോമോൻ പൊന്തോക്കൻ കാർമ്മികനായി. തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. മാർത്തോമ കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനത്തോടനുബന്ധിച്ച് വിവിധ സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും കൺവീനർമാരെയും ഏകോപിപ്പിച്ച് ഒഫീഷ്യൽ മീറ്റ് സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ഇരിഞ്ഞാലക്കുട രൂപത വികാരി ജനറൽ ഫാദർ വിൽസൺ ഈരത്തറ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഫാദർ ജിജോ വാഗപ്പറമ്പിൽ സന്നിഹിതനായിരുന്നു. വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി, കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനന്ദ നാരായണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആശ ജോയ്സൺ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജസ്റ്റിൻ പൊന്മിനിശ്ശേരി, പഞ്ചായത്ത് അംഗങ്ങളായ ലിൻഡോ കരുത്തി, ദിവ്യ ഷിജു, ജിൻസി റാഫി, ശകുന്തള വത്സൻ തുടങ്ങിയവർ സന്നിഹിതരായി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം എന്നുള്ളത് 50 ദിവസത്തിൽ ആരംഭിക്കുമ്പോൾ അതിൽ ഏറ്റവും അവസാനത്തെ 2 ആഴ്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നൊരു കാലഘട്ടം. റോഡുകളൊക്കെ വളരെ ശോചനീയമായ സ്ഥിതിയാണ്. ഇപ്രാവശ്യം തീർച്ചയായിട്ടും ചാലക്കുടിയുടെ MLA എന്ന രീതിയിൽ ചെല്ലുവാനുള്ള കാരണം ഏറ്റവും നല്ല റോഡുകളാണ് നമുക്ക് ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് നമുക്ക് ഈ കാലഘട്ടത്തിൽ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ കൊടകരയിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ ചാലക്കുടിയിൽ നിന്നാണെങ്കിലും ഒക്കെ വാഹന ഗതാഗതം സുഗമമായിട്ട് വരാനും അതുപോലെ തന്നെ നമ്മുടെ പാർക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള ചെറിയ തീർത്ഥാടന കാലഘട്ടമാണ്. അപ്പോൾ അതിനുവേണ്ട ഒരുക്കങ്ങളാണ് നമ്മൾ ക്രമീകരിക്കുന്നത്. ഇത്തവണത്തെ മീറ്റിങ്ങിനുള്ള പ്രത്യേകത പലരും പുതുമുഖങ്ങളാണ്.
പഞ്ചായത്ത് മെമ്പർമാരും പ്രസിഡന്റ് അടക്കം, പ്രസിഡന്റ് ഈ നാട്ടുകാരനായതുകൊണ്ടും ഈ കാര്യം അറിയാവുന്നത് കൊണ്ടും നമുക്ക് അത്രയും ടെൻഷനില്ല. അപ്പോൾ പലരും പുതുമുഖങ്ങളാണ്. അതിൽ പഴയതൊക്കെ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഇവിടുത്തെ ആളുകൾ മാത്രമേ പഴയവരുള്ളൂ. ബാക്കിയൊക്കെ പുതിയ ആളുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ MLA ബഹുമാനപ്പെട്ട സനീഷ് ജോസഫ്, നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഒരു നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഓടി നടക്കുന്ന ഒരു വ്യക്തിത്വമാണ്. പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു ജാടയൊന്നുമില്ല. ആര് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എന്തിനും തയ്യാറായി നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു MLA നമുക്ക് കൂട്ടിനുള്ളത് നമ്മുടെ എല്ലാ കാര്യങ്ങളെയും സുഗമമാക്കാനായിട്ട് സാധിക്കും. ഓരോ വർഷം തോറും തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് കനകമല. ആ തീർത്ഥാടനത്തിന് MLAയുടെ ക്ഷണമനുസരിച്ച് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഓരോരുത്തരും അവരവർ ഈ കാലഘട്ടത്തിൽ ചെയ്തു കൊടുക്കേണ്ടതായ, ചെയ്യേണ്ടതായ അവരുടെ ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ സമയക്രമമനുസരിച്ച് ഇവിടെ അവതരിപ്പിക്കും. അതോടൊപ്പം തന്നെ നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചു, ഇതുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവരുടെ ചുമതല വരുന്നത് തീർത്ഥാടന കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും വഴിവിളക്കുകളൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ തെളിയിക്കുക അല്ലെങ്കിൽ റിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും മുൻകൂറായി സൂചിപ്പിക്കാറുള്ളതാണ്. വാർഡ് തലങ്ങളിലൊക്കെ തന്നെ ഒരു മാസത്തിൽ ഒരു വാർഡിൽ ഒരു പ്രാവശ്യം റിപ്പയറിങ് എന്ന രീതിയാണ് ഗ്രാമപഞ്ചായത്ത് അവലംബിച്ച് പോരാറുള്ളത്. എന്നാൽ തീർത്ഥാടന കാലഘട്ടങ്ങളിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി പൂർണ്ണമായും ഇളവ് നൽകിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് തീർത്ഥാടനത്തിന് വേണ്ടി ഏറ്റെടുത്ത് നടത്തും എന്ന് ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുകയാണ്. കനകമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനും വേണ്ടിയിട്ടാണ് മീറ്റിംഗ് കൂടിയിട്ടുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് ആദ്യത്തെ ഒരു തീർത്ഥാടന കാലഘട്ടമാണ്. കഴിഞ്ഞ ഈ തീർത്ഥാടന കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമായി തന്നെ ഈ തീർത്ഥാടനത്തിന് എല്ലാവിധ ആശംസകളും വനംവകുപ്പിൻ്റെ പേരിൽ ഞാൻ. കല്ലൂർ പച്ചളിപ്പുറത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമായി. മേഖലയിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ച് കാട്ടുപന്നിക്കൂട്ടം. അണക്കത്തി ബാലകൃഷ്ണന്റെ പറമ്പിലെ കാർഷിക വിളകളാണ് കാട്ടുപന്നി നശിപ്പിച്ചത്. മാപ്രാണത്തുകാരൻ ജോണി പാട്ടത്തിന് കൃഷി ചെയ്യുന്നിടത്തെ 30 നേദ്യ കദളിവാഴയും ചേമ്പുകളും പന്നികൾ നശിപ്പിച്ച നിലയിലാണ്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. പ്രദേശത്ത് കാട്ടുപന്നി ശല്യം മൂലം കർഷകർ ദുരിതത്തിലായിരിക്കുകയാണ്. കാട്ടുപന്നി ശല്യം ഒഴിവാക്കുന്നതിന് നടപടിയുണ്ടാകണമെന്നും കൃഷി നാശം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. കൊടകര അഴകം തപസ്യ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് GT ജീജൻ, ഡോക്ടർ ER വീണ, ഡോക്ടർ IK പൗർണമി, ഡോക്ടർ ദിയ P ജോയ് എന്നിവർ നേതൃത്വം നൽകി. ചെങ്ങലൂർ ഈശാനിമംഗലം ശിവക്ഷേത്രത്തിലെ 8 ദിവസം നീണ്ടുനിന്ന ഉത്സവം ആറാട്ടോടുകൂടി സമാപിച്ചു. കൊടിയേറ്റം, മുളപൂജ, ശ്രീഭൂതബലി, ഉത്സവബലി, നവകം, പഞ്ചഗവ്യം, പള്ളിവേട്ട, പള്ളിക്കുറുപ്പ്, ആറാട്ട് മുതലായ താന്ത്രിക ചടങ്ങുകൾ ഉത്സവ ദിനങ്ങളിൽ നടത്തി. താന്ത്രിക ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി അഴകത്ത് മനയ്ക്കൽ പ്രസാദ് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉത്സവ ദിനങ്ങളിൽ നിരവധി ക്ഷേത്രകലകളും മറ്റ് കലാപരിപാടികളും അരങ്ങേറി. കലാമണ്ഡലം ഹരീഷ് മാരാരിൻ്റെ പ്രാമാണികത്വത്തിൽ പാണ്ടിമേളവും അരങ്ങേറി. നെല്ലായി മഹാമുനിമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. അഴകത്തുമനയ്ക്കൽ അനിയൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. തന്ത്രി പറപ്പൂക്കര ഹരി നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ഉത്സവബലി നടത്തി. മാതൃദർശനം, പറനിറയ്ക്കൽ എന്നിവയ്ക്ക് ശേഷം അന്നദാനവും ഉണ്ടായി. കൊടകര മനക്കുളങ്ങര കൃഷ്ണവിലാസം UP സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജ്മെന്റ് ട്രസ്റ്റ് പ്രസിഡന്റ് ദിനേഷ് പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ സജീവ് എടത്താടൻ, ചിന്തുപാട്ട് കലാകാരി ഹൃദ്യ ഷാലിൻ, പ്രധാന അധ്യാപിക PS സീമ, സ്കൂൾ മാനേജർ B സദാനന്ദൻ, മുൻ പ്രധാന അധ്യാപകൻ ചന്ദ്രൻ, PTA പ്രസിഡന്റ് ഷിമ മോഹൻ, MPTA പ്രസിഡന്റ് രേഷ്മ നിവീഷ്, സ്കൂൾ ലീഡർ PJ ആദിനാഥ് എന്നിവർ പ്രസംഗിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി.
മുപ്ലിയം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇക്കോ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി പരിസ്ഥിതി സംരക്ഷണവും കൃഷിയും എന്ന വിഷയത്തിൽ ക്ലാസ് നടത്തി. റിട്ടയർഡ് അധ്യാപികയും വനിതാ കർഷകയുമായ KN ഭാനുമതി ക്ലാസ് നയിച്ചു. സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി അമൃതപ്രിയ, SMC ചെയർമാൻ PV ശ്രീജിത്ത്, OSA ചെയർമാൻ KN ജയപ്രകാശ്, സ്കൂൾ പ്രധാനാധ്യാപിക NJ മിനി, ഭാനുമതി എന്നിവർ പ്രസംഗിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. തൃശൂർ കാൾഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 99ാമത് വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. മാർ ഔഗിൻ കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ ഡോക്ടർ അബിൻ പോൾ, പ്രധാനാധ്യാപിക KP ബിനു, സിസ്റ്റർ ഡോക്ടർ OU ജിൻസി എന്നിവർ സന്നിഹിതരായി. പൂർവ്വ വിദ്യാർത്ഥിയും സിനി ആർട്ടിസ്റ്റുമായ റബേക്ക സന്തോഷ് വിജയികളായവരെ ആദരിക്കുകയും എൻഡോമെൻ്റ് വിതരണവും നടത്തി. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. നാഷണൽ മാസ്റ്റേഴ്സ് ആർച്ചറി ചാമ്പ്യൻഷിപ്പ് 2026 വെള്ളി നേടി ചിറ്റിശ്ശേരി സ്വദേശി. പൂനെയിൽ വെച്ച് നടന്ന 8ാമത് നാഷണൽ മാസ്റ്റേഴ്സ് ആർച്ചറി ചാമ്പ്യൻഷിപ്പിലാണ് കേരളത്തെ പ്രതിനിധീകരിച്ച് മത്സരിച്ച ചിറ്റിശ്ശേരി ഇല്ലിക്കൽ വീട്ടിൽ രാജുവിൻ്റെയും എൽസിയുടെയും ഇളയ മകൻ റെനീഷ് ഇല്ലിക്കൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയത്. കുറാഞ്ചേരിയിൽ പെട്രോൾ പമ്പിന് സമീപം ഇന്ധന ടാങ്കർ 10 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം. വൻ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. അപകടത്തിൽപ്പെട്ട ലോറിയിൽ 14,000 ലിറ്റർ ഇന്ധനമാണ് ഉണ്ടായിരുന്നത്. 9,000 ലിറ്റർ പെട്രോളും 5,000 ലിറ്റർ ഡീസലും ടാങ്കറിൽ ഉണ്ടായിരുന്നു. ടാങ്കറിൽ ഉണ്ടായിരുന്ന ഇന്ധനം ഞായറാഴ്ച രാവിലെയോടെ മറ്റൊരു ടാങ്കറിലേക്ക് സുരക്ഷിതമായി മാറ്റി. വൻ ദുരന്തം ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ. തൃശൂർ ഭാഗത്ത് നിന്ന് ചെർപ്പുളശ്ശേരിക്ക് പോകുകയായിരുന്ന ടാങ്കർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിൽ നിസാര പരിക്കേറ്റ ഡ്രൈവറെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരി പോലീസും അഗ്നിശമന സേനയും സ്ഥലത്തെത്തി സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചു. ഫെബ്രുവരി 22 നടത്തുന്ന ആളൂർ പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനത്തിന് മുന്നോടിയായി പ്രവർത്തക യോഗം നടത്തി. ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സമിതി അംഗം MV രവി അധ്യക്ഷത വഹിച്ചു. ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ്, സംയോജകൻ PC സുഭാഷ്, സജിൻ, രാജു മോഹൻ, ബിജു തുടങ്ങിയവർ സംസാരിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ജില്ലാ KSRTCയിൽ ഒഴിവുള്ള ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിനായി ജില്ലയിലെ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയ്ക്ക് അപേക്ഷിക്കുന്നവർ SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും കൂടാതെ 7 വർഷം മുൻപ് ലഭിച്ച LMB ലൈസൻസും 3 വർഷം മുൻപ് ലഭിച്ച പുതുക്കിയ ഹെവി ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം. കൂടാതെ അപേക്ഷകർക്ക് കുറഞ്ഞത് 158 സെൻറ്റിമീറ്റർ ഉയരവും 76 സെൻറ്റിമീറ്റർ നെഞ്ചളവും ഉണ്ടാകണം. കണ്ടക്ടർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത നേടിയിരിക്കണം. തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് പുതുക്കിയ കണ്ടക്ടർ ലൈസൻസ് നിർബന്ധമാണ്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഫെബ്രുവരി 11-നകം അതത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ നേരിട്ട് ഹാജരായി പേര് രജിസ്റ്റർ ചെയ്യണം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0487 23 31 0116. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,720 രൂപ, പവന് 1,17,760 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെള്ളിക്കുളങ്ങര കുറിഞ്ഞിപ്പാടം പ്രദേശത്ത് കാട്ടാന ശല്യം പതിവാകുന്നു. പ്രദേശവാസികൾ ഭീതിയിൽ. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെയും പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിലെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളുകൾ ആഘോഷിച്ചു.
പച്ചളിപ്പുറത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമായി. മേഖലയിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ച് കാട്ടുപന്നിക്കൂട്ടം. കൊടകര അഴകം തപസ്യ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മാർത്തോമ കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും ഒഫീഷ്യൽ മീറ്റ് സംഘടിപ്പിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.